നമസ്കാരം. ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടുകൂടി തിരുവനന്തപുരം ആകെ അഴിച്ചു പണിയുകയാണ്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം.എൽ.എ. ഓഫീസിനെ ചൊല്ലിയുള്ള നാടകീയമായ രാഷ്ട്രീയ തർക്കങ്ങളായിരുന്നു ഒടുവിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചത്. എന്നാൽ ആ ചർച്ചകൾക്കു ശേഷം ഒടുവിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് മാറുകയാണ്. വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖയുമായുള്ള പോര് മുറുകിയ പശ്ചാത്തലത്തിൽ ഓഫീസ് മരുതം കുഴിയിലേക്ക് മാറ്റാൻ എം.എൽ.എ. തീരുമാനിച്ചു കഴിഞ്ഞു. കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ല എന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ചർച്ചയാകാതിരിക്കാനാണ് ഇത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം.എൽ.എ. ഓഫീസ് വിവാദം ഒരു സ്ഥലം മാറ്റത്തിന്റെ കഥ മാത്രമല്ല, കേരളത്തിലെ ഭരണ സംസ്കാരത്തിന്റെ താളം തെറ്റിയ യാഥാർത്ഥ്യത്തിന്റെ തെളിവ് കൂടിയാണ്. CPM ഭരിക്കുന്ന സംവിധാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാർട്ടി കോട്ടകളായി മാറുകയും വിരുദ്ധ ശബ്ദങ്ങൾ മൂടിവെക്കപ്പെടുകയും ചെയ്യുന്നത് പുതുമയല്ല. തിരഞ്ഞെടുപ്പ് കാലം അടുത്തു വരുമ്പോൾ വിവാദങ്ങൾ ഒഴിവാക്കാൻ എന്ന പേരിൽ എടുത്ത സമാധാന നീക്കം യഥാർത്ഥത്തിൽ ഭരണ പരാജയത്തിന്റെ സമ്മതം കൂടിയാണ്. ഇതിന് വിരുദ്ധമായി BJP ഉയർത്തുന്ന നിലപാട് വ്യക്തമാണ്. ഭരണകൂടത്തിന്റെ ഇടപെടലുകളിൽ സുതാര്യത, ജനപ്രതിനിധികളുടെ അവകാശ സംരക്ഷണം, പാർട്ടിരഹിതമായ ഭരണക്രമം. എന്നാൽ പ്രശാന്തിനെ പടിയിറക്കി ശ്രീലേഖ തന്റെ സീറ്റ് ഉറപ്പിച്ചതോടെ ഇടതു കോട്ടകൾ പൊളിച്ചു പുതുക്കി പണിയാൻ BJP തുടങ്ങിവെച്ച ദൗത്യം വീണ്ടും വിജയത്തിൽ എത്തിയിരിക്കുകയാണ്. ശാസ്തമംഗലം ജംഗ്ഷനിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം.എൽ.എ. ഓഫീസ് ഒഴിയണമെന്നാണ് കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത്. അതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇത് രാഷ്ട്രീയ അഹങ്കാരമാണെന്ന നിലപാടിലായിരുന്നു പ്രശാന്ത്. എന്നാൽ ഓഫീസ് മാറ്റം ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ല എന്നും സൗഹൃദപരമായ അഭ്യർത്ഥന മാത്രമാണ് എന്നും ശ്രീലേഖ വിശദീകരിച്ചു. തർക്കം മുറുകുന്നതിനിടെ എം.എൽ.എ. ഓഫീസിലെ ബോർഡിന് മുകളിൽ കൗൺസിലർ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. എം.എൽ.എക്ക് മുകളിൽ താനാണെന്ന സന്ദേശം നൽകാനാണ് ശ്രീലേഖ ശ്രമിച്ചതെന്ന ആക്ഷേപം ഇതോടെ ഉയർന്നു. ഇതിന് പിന്നാലെ ഓഫീസ് വാടക സംബന്ധിച്ച വിവരാവകാശ രേഖകളും പുറത്തുവന്നു. ഇത് സർക്കാരിനും തിരിച്ചടിയായി. കോൺഗ്രസും പ്രശാന്തിനെതിരായ നിലപാടെടുത്തു. വിവാദങ്ങൾക്കില്ല, വികസനത്തിലാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന നിലപാടിലേക്ക് വി.കെ. പ്രശാന്ത് പെട്ടെന്ന് കളം മാറി. നൂറുകണക്കിന് ആളുകൾ എത്തുന്ന എം.എൽ.എ. ഓഫീസിന് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലം മരുതംകുഴിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രശാന്ത് പറഞ്ഞു. തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായി പ്രശാന്ത് ആരോപിച്ചു. തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ മേയർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്തും സ്വന്തം പാർട്ടിയിലെ തന്നെ കൗൺസിലറും തമ്മിലുണ്ടായ ഈ ഓഫീസ് യുദ്ധം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. BJP ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. പ്രശാന്തും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റുന്നതും ചർച്ചകളിലുണ്ട്. ഇതിനിടെയാണ് ഓഫീസ് ഒഴിയാൻ പ്രശാന്തിന് CPM നേതൃത്വം തന്നെ നിർദ്ദേശം നൽകിയത്. വി.കെ. പ്രശാന്തും ആർ ശ്രീലേഖയും തമ്മിലുള്ള ഓഫീസ് തർക്കം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ ഒരു ട്രെയിലറായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണ്ടത്. വാടക ഇനത്തിൽ 872 രൂപ മാത്രം നൽകുന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പ്രശാന്തിന്റെ ക്ലീൻ ഇമേജിന് മങ്ങലേൽപ്പിക്കാൻ BJP ആയുധമാക്കി. എന്നാൽ വട്ടിയൂർക്കാവിൽ എം.എൽ.എ. ആയിരുന്ന പ്രശാന്തിനെതിരെ അതേ ശൈലിയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് BJP സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ ആലോചന. തുടക്കത്തിൽ കടുത്ത നിലപാടെടുത്ത വി.കെ. പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ CPM തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വാടക വിവാദവും കൗൺസിലറുമായുള്ള തർക്കവും വട്ടിയൂർക്കാവിൽ വിപരീത ഫലം ചെയ്യുമെന്ന് പാർട്ടി ഭയപ്പെടുന്നു. പ്രശാന്ത് സ്വന്തം നാടായ കഴക്കൂട്ടത്തേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന ചർച്ചകൾ ഇതോടെ ശക്തമാണ്. നിലവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെ വിജയമുറപ്പിക്കാൻ മേയർ ബ്രോ എന്ന പ്രതിച്ഛായയുള്ള പ്രശാന്തിനെ കൊണ്ടുവരാനാണ് CPMന്റെ ശ്രമം.